തുടർന്ന് സ്ലീബായ ആഘോഷത്തിൻ്റെ ശുശ്രൂഷയാണ്. ഇതിൽ പ്രധാനമായിട്ട് വരുന്നത് ജനനപ്പെരുന്നാളിൻ്റെ പ്രധാനപ്പെട്ട വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തീജ്വാല ശുശ്രൂഷ. ഇപ്പോൾ പള്ളിയിൽ നിന്ന് പ്രൊസഷനായി തീജ്വാലയുടെ കുഴിയിലേക്ക് പോയി അവിടെയുള്ളതായ എവൻഗേലിയോനും അതുപോലെ പ്രാർത്ഥനകളും തീജ്വാല ശുശ്രൂഷ അതിൽ കുന്തിരിക്കം വിടുകയും ഇങ്ങനെ ഒരു ശുശ്രൂഷ ക്രമമുണ്ട്. അങ്ങനെ തീജ്വാലയിലേക്ക് പോകുമ്പോൾ പാടുന്ന പ്രദക്ഷിണ ഗീണമാണ് പഠിപ്പിക്കുവാൻ പോകുന്നത്. ലത് ഹൂമോ ദ ഹൈമോനൂത്തോ എന്ന് പറയുന്ന ഗീതത്തിൻ്റെ 1-ാം നിറം. ഇതിൻ്റെ 8-ാം നിറം നമുക്കറിയാം. കരുണക്കാടലെ ഞാൻ നോക്കും, അതിൻ്റെ 8-ാം നിറമാണ്. ആ പാട്ടിൻ്റെ 1-ാം നിറമാണ് പഠിപ്പിക്കുന്നത്. ട്യൂൺ ഇതാണ്. സുറിയാനി. ബുസുൽ തോയൽ ദസുദുമോറോ മെസ ഓയോ ദാലോഹു സുഖദബ് നൈനോഷോ മെൽത്തോവാലോഹോ. മലയാളം. ഈശനുമീ മർത്യന്മാർക്കും മധ്യമനാകും വചനേശൻ തന്നെ പെറ്റാൾ കന്യകയാശ്ചര്യം. ഈ സ്റ്റാൻസയുടെ റിപ്പറ്റീഷനാണ് ബാക്കിയുള്ള സ്റ്റാൻസകളിലേക്ക്. അതുകൊണ്ട് ഇത് പഠിക്കുക, കേൾക്കുക. ഈശനുമീ പഠിക്കുക. ഈശനുമീ മർത്യന്മാർക്കും കും കൂട്ടി പഠിക്കുക. ഈശനുമീ മർത്യന്മാർക്കും മധ്യമനാകും നാകും മധ്യമനാകും വചനേ മധ്യമനാകും വചനേ പഠിക്കേ. മധ്യമനാകും വചനേ മധ്യമനാകും വചനേ വചനേശൻ മധ്യമനാകും വചനേശൻ മധ്യമനാകും വചനേശൻ തന്നെ പെറ്റാൾ മധ്യമനാകും വചനേശൻ തന്നെ പെറ്റാൾ പഠിക്കുക. മധ്യമനാകും വചനേശൻ തന്നെ പെറ്റാൾ കന്യകയാശ്ചര്യം. കൂട്ടി പഠിക്കുക. ഈശനുമീ മർത്യന്മാർക്കും മധ്യമനാകും വചനേശൻ തന്നെ പെറ്റാൾ കന്യകയാശ്ചര്യം. സെക്കൻഡ് സ്റ്റാൻസ സെയിം ട്യൂണാണ്, ഞാൻ പാടി കേൾപ്പിക്കാം. ജ്വാലയണിഞ്ഞോൻ തനുവേന്തി ഞങ്ങളെ സംരക്ഷിപ്പാനായി മാനവരൂപം പൂണ്ടാനാശ്ചര്യം. 9 മാസം ചെന്നപ്പോൾ ജനനി മുദ്രയ്ക്കേതും കേടന്നെ വെളിയിൽ വന്നാനാശ്ചര്യം. ഇങ്ങനെയുള്ള സ്റ്റാൻസകളെല്ലാം ഈ സെയിം ട്യൂണ് റിപ്പറ്റേഷൻ. പള്ളിക്ക് ഇങ്ങനെ ചുറ്റി വരുന്നവരെ പാടിക്കൊണ്ടിരിക്കുന്നതായതുകൊണ്ട് വളരെ സ്റ്റാൻസകളുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് ഇത് കേൾപ്പിച്ചത്. ഈ ബാക്കിയുള്ള സ്റ്റാൻസ എല്ലാം ഇതേ ട്യൂണിൽ ചൊല്ലണം. ഇനി തീജ്വാലയിൽ വന്നു കഴിയുമ്പോൾ പുരോഹിതൻ എവൻഗേലിയോൻ വായിക്കും. എവൻഗേലിയോൻ്റെ മധ്യത്തിൽ
പുരോഹിതൻ ഇങ്ങനെ ചൊല്ലുന്നു. പെട്ടെന്ന് മാലാഖയോടുകൂടി അനേക സ്വർഗീയ സേനകൾ പ്രത്യക്ഷമായി ഇപ്രകാരം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പുരോഹിതൻ ഒരു പന്തം കത്തിച്ചുകൊണ്ട് തീജ്വാലയ്ക്ക് തീ കൊടുക്കുന്നു. ഈ സമയത്ത് പാടുന്ന ഗീതം സുറിയാനി. തെശുബുഹത്തോ, മാലാഖമാരുടെ പാട്ടാണ്. ആദ്യമായി ബേത്ലഹേമിൽ കേട്ട അതിമനോഹരമായിരിക്കുന്ന ഒരു കോറൽ മ്യൂസിക്കാണ്. മാലാഖമാരുടെ ക്രിസ്മസ് നമ്മളിപ്പോൾ പാടുന്ന കരോൾ എന്ന് പറയുന്നത് പോലെ മാലാഖമാരുടെ പാട്ട്, വലിയൊരു വൃന്ദം മുകളിൽ നിന്ന് മാലാഖമാരുടെ ഒരു ഗണം പാടുകയാണ്. തെശുബുഹത്തോ ലാലോഹോ ബമറാവുമേ അല്ലറവോ ശ്ലോമോ സബറോത്തോബോ ലബ്നൈനോശോ. മലയാളം. ഉളവാക സ്തുതി ദൈവത്തിനു വാനിൽ, ധരണിയതിൽ ശാന്തി നല്ലൊരു ശരണം നരലോകർക്കും. സുറിയാനി പറഞ്ഞായിരുന്നു. തെശുബുഹത്തോ, പഠിക്കേ. തെശുബുഹത്തോ ലാലോഹോ ലാലോഹോ തെശുബുഹത്തോ ലാലോഹോ തെശുബുഹത്തോ ലാലോഹോ ബമറാവുമേ ബമറാവുമേ വല്ലറഓ 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 ശ്ലോമോ സബറോത്തോബോ ശ്ലോമോ സബറോത്തോബോ ലബ്നൈനോശോ ലബ്നൈനോശോ. ഞാൻ പാടാം. തെശുബുഹത്തോ ലാലോഹോ ബമറാവുമേ വല്ലറഓ ശ്ലോമോ സബറോത്തോബോ ലബ്നൈനോശോ. മലയാളം. ഉളവാക, പഠിക്കേ. ഉളവാക സ്തുതി ദൈവത്തിനു വാനിൽ, സ്തുതി ദൈവത്തിനു വാനിൽ, ധരണിയതിൽ ധരണിയതിൽ ശാന്തി ശാന്തി നല്ലൊരു ശരണം നല്ലൊരു ശരണം നരലോകർക്കും. നരലോകർക്കും. തീജ്വാലയൊക്കെ കഴിഞ്ഞ് വീണ്ടും പ്രൊസഷൻ പോകുമ്പോൾ പാടാവുന്ന ഗീതങ്ങളാണ് അടുത്ത രണ്ടെണ്ണം. ഒന്ന് ഒരു മാനീസായാണ്. നമ്മുടെ വന്യശ്ലീബാത്തരുവിന്മേൽ പോലെ പാടി നോക്കിക്കേ. ബേത്ലഹേം വഴി പോകുമ്പോൾ ഞാനൊരു പെൺമണിയെ കണ്ടു, കന്യകയവളോ ധന്യവതി, ഏന്തുന്നവളൊരു പൈതലിനെ, കന്യകയാണവൾ മാതാവാ, ഈശകൃപാവരസമ്പൂർണ. അടുത്തത് രണ്ടാമത്തെ ഗീതം ഹൊക്തിലു മെസ്രേൻ. നമ്മൾ ശവസംസ്കാരത്തിലൊക്കെ കേട്ടിട്ടുണ്ട്. ബ്രക്ഹായോ ദസുബോ വത ഏ മൗത്തോ. പാട്ട് കേട്ടിട്ടില്ലേ? അത് അതിൻ്റെ ട്യൂൺ തന്നെയാണ്. അത് വലിയ വിലാപമായിട്ടല്ല, കുറച്ചുകൂടി ഒരു
റിതമിക്കായിട്ടത് പാടണം. യൗമക്കുലോകുദോമേ റോഹേ മനോശോ ദുമെത്യാബാൽവോതോ ആൽകൂൽ ദോരേ മാനവവത്സലനേ പുരുഷാന്തരമായി അണയും തേ ദിവസം തവ സന്നിഭമാം. രണ്ടാമത്തെ ലൈൻ പഠിക്കുക. നിൻ പ്രഥമം ജനനം നാദാധന്യം അതിനായി പെരുന്നാൾ. അവിടെ പോയി അത് ഇപ്പം പാടി എല്ലാവരുടെയും ട്യൂൺ അങ്ങനെയായി. അങ്ങനെ ആകരുത്. അതിനാലീ പെരുന്നാൾ അനിശം അങ്ങനെ എടുത്ത്. അതിനാലീ പെരുന്നാൾ അനിശം കാമ്യം. അങ്ങനെ ആ സെയിം ആണ് പാട്ട് കംപ്ലീറ്റ് അങ്ങനെയാണ്.